ജനീവയിൽ സമാപിച്ച ഇറാൻ അമേരിക്ക രണ്ടാം ഘട്ട ചർച്ചയിൽ പുരോഗതി. രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഇറാൻ ആണവ വിഷയത്തിൽ കരട് രേഖ കൈമാറുമെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രധാന തത്വങ്ങളിൽ ഇരു കൂട്ടർക്കുമിടയിൽ ധാരണ രൂപപ്പെട്ടതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും പ്രതികരിച്ചു. അന്തിമ കരാറിലെത്താൻ കൂടുതൽ സമയവും ചർച്ചയും വേണ്ടിവരുമെന്നും ഇറാൻ മന്ത്രിയുടെ പ്രതികരണം. MC നാസറുണ്ട് വിവരങ്ങൾ നൽകാനായി. നാസർ, ആദ്യഘട്ട ചർച്ചയ്ക്ക് പിന്നാലെ രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ശേഷവും ഇരുവിഭാഗവും പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു അന്തിമ കരാറിലേക്ക് എത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? ഒപ്പം ഇന്നത്തെ ചർച്ചയിൽ അവർ എന്തൊക്കെ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്? നാസർ. അനീഷ, ജനീവയിൽ സമാപിച്ച ചർച്ച രണ്ടു കൂട്ടരും ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഒരു ചർച്ചയുടെ ഒരു പൂർണ്ണതയിലേക്ക് എത്താനോ ഒരു കരാറിലേക്ക് എത്തിച്ചേർന്നോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നൊരു ഉത്തരം തന്നെയാണ് വൈറ്റ് ഹൗസ് നൽകുന്നത്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന തത്വങ്ങളിൽ ഇരു കൂട്ടർക്കുമിടയിൽ ഒരു ധാരണ രൂപപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറെ കൂടി രേഖാമൂലമുള്ള ഒരു ഡോക്യുമെൻ്റ് കൈമാറാനുള്ള ഒരു നിർദ്ദേശം ഇറാന് മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്നത്. 2 ആഴ്ച കാലത്തെ സമയപരിധിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇറാന് അനുവദിച്ചിരിക്കുന്നത്. അതിന് പിന്നെ ആ ഒരു സമയപരിധിക്കുള്ളിൽ തന്നെ ഇറാൻ ഔദ്യോഗികമായിട്ട് തങ്ങളുടെ നിലപാടുകൾ, ആണവ വിഷയവുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ളൊരു നിലപാടുകൾ അമേരിക്കയ്ക്ക് കൈമാറേണ്ടതുണ്ട്. ഒമാൻ വിദേശകാര്യമന്ത്രിയും ചർച്ചയിൽ പ്രതീക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെയാണ് വളരെ വിപുലമായിട്ടുള്ള സൈനിക മുന്നൊരുക്കങ്ങൾ രണ്ടു കൂട്ടരും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ചർച്ചയ്ക്കിടയിൽ തന്നെ ഒരുപക്ഷെ തങ്ങൾ ആക്രമിക്കപ്പെടുമെന്ന ഒരു തോന്നൽ ഇറാന് വന്നിരിക്കുന്ന ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ്. കാരണം ഇപ്പോൾ അമേരിക്കൻ മാധ്യമമായിട്ടുള്ള ആക്സിയസ് നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്നത്തെ ദിവസത്തിൽ പിന്നിട്ട ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 50-ലേറെ പോർവിമാനങ്ങൾ ഈ മേഖലയിലേക്ക് അമേരിക്ക അയച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചും അതോടൊപ്പം തന്നെ ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസ്, യാത്രാ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇന്നലെ ആരംഭിച്ചിരിക്കുന്ന ഹോർമുസ് കടലിടുക്കിലെ അഭ്യാസ പ്രകടനം വളരെ വിപുലമായ തോതിൽ തന്നെ ഇറാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഹോർമുസ് കടലിടുക്ക് ഭാഗികമായിട്ട് ഏതാനും മണിക്കൂറുകൾ നേരത്തേക്ക് അടച്ചിട്ടിട്ടുണ്ട്. നേരത്തെ ഈ കടലുകളിലേക്ക് അടച്ചിടുന്നതുമായി ബന്ധപ്പെട്ട് അമേരിക്ക വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. ഇതൊക്കെയും മറികടന്നുകൊണ്ടാണ് കടലിടുക്ക് ഒരു ഭാഗികമായിട്ട് അടച്ചിടാനുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്. സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള നാവിക അഭ്യാസ പ്രകടനങ്ങളാണ് ഇന്ന് വൈകിട്ടും ഹോർമുസ് കടലിടുക്കിൽ നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇറാന്റെ പരമോന്നത ആത്മീയ നേതാവ് അയത്തുല്ല അലി ഖാംനയി വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് ഈ ചർച്ചക്കിടയിലും അമേരിക്കക്ക് നൽകിയിട്ടുണ്ട്. ഇറാനെ ഈ ഭൂമുഖത്ത് നിന്ന് ഇല്ലാതാക്കാൻ നിങ്ങളുടെ സൈനിക സംവിധാനങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങളുടെ പക്കൽ ഏറ്റവും വലിയ പടക്കപ്പലുകൾ ഉണ്ടെങ്കിൽ ആ പടക്കപ്പലുകൾ കടലിൽ മുക്കാൻ പോകുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള സൈനിക സംവിധാനങ്ങൾ തങ്ങളുടെ പക്കലും ഉണ്ട് എന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ് പരമോന്നത ആത്മീയ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ രണ്ടു കൂട്ടരും സൈനികമായിട്ടുള്ള നടപടികൾ, പരിശീലനവും അതോടൊപ്പം തന്നെ യന്ത്രസാമഗ്രികളും മറ്റ് പോർവിമാനങ്ങളും ഒക്കെ ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 ആഴ്ച എന്നത് വളരെ നിർണായകമായിരിക്കും. കാരണം അതിനിടയിൽ മധ്യസ്ഥ രാജ്യങ്ങൾ ഇറാനെ പരമാവധി പ്രേരിപ്പിക്കുന്നുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ തോത് പരമാവധി കുറച്ചുകൊണ്ടുള്ള ഒരു ഡീലിൽ എത്താൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ നോക്കുന്നത്. പക്ഷേ ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ കാര്യത്തിൽ ചില ഇളവുകൾക്ക് ഇറാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഉപരോധം പിൻവലിക്കണമെന്ന ഒരു ഉപാധിയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇറാൻ നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും പ്രോക്സികളെ സഹായിക്കുന്ന നിലപാട്, ഈ 2 കാര്യങ്ങളും ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ തങ്ങൾക്ക് ഒരിക്കലും താല്പര്യമില്ല എന്ന് ഇറാൻ ഇന്നും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും ആഗ്രഹിക്കുന്നത് ഈ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി കൂടി ഈ ചർച്ചയുടെ ഭാഗമായിട്ട് കൊണ്ടുവരണമെന്നാണ്. പക്ഷെ അത് ഒരു നിലക്കും സാധ്യമല്ല എന്ന് ഇറാൻ അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തുടർ നീക്കങ്ങൾ എന്നത് വളരെ വളരെ നിർണായകമായി മാറുകയാണ്. അനീഷ, ഏതായാലും ഇരു രാജ്യങ്ങളും പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. അന്തിമ കരാറിലേക്ക് എത്താനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുകൂടി പരിശോധിക്കേണ്ടി വരും. MC നാസറാണ് വിവരങ്ങൾ നൽകിയത്.